തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വിപുലമായ പൊതുസമ്മേളന വേദിയിൽ ബി.ജെ.പി നേതാക്കൾക്കിടയിൽ നിന്ന് മാറി നിന്ന മുൻ ഡി.ജി.പി ആർ ശ്രീലേഖയുടെ നടപടി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടത്. എന്നാൽ തന്റെ അസാന്നിധ്യം മനഃപൂർവ്വമല്ലെന്നും വർഷങ്ങളായുള്ള സർവീസ് പരിശീലനത്തിന്റെ ഭാഗമായുള്ള അച്ചടക്കമാണെന്നും വിശദീകരിച്ചവർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി വേദിയിലെത്തിയപ്പോൾ മറ്റ് നേതാക്കളെല്ലാം അദ്ദേഹത്തെ പൊതിയുകയും സംസാരിക്കുകയും ഫോട്ടോ എടുക്കാൻ മത്സരിക്കുകയും ചെയ്തപ്പോൾ ശ്രീലേഖ തന്റെ ഇരിപ്പിടത്തിൽ തന്നെ തുടരുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പാർട്ടിയിൽ അവർ ഒറ്റപ്പെടുകയാണോ എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉയർന്നിരുന്നു. സംസ്ഥാന ഉപാധ്യക്ഷ എന്ന നിലയിലാണ് ശ്രീലേഖയ്ക്ക് വേദിയിൽ ഇരിപ്പിടം അനുവദിച്ചിരുന്നത്. എന്നാൽ കേരളത്തിലെ ബി.ജെ.പി രാഷ്ട്രീയത്തിൽ താൻ ഇപ്പോഴും പുതിയ ആളാണെന്നും എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള 33 വർഷത്തെ അനുഭവ സമ്പത്താണ് തന്റെ പെരുമാറ്റത്തെ നയിച്ചതെന്നും അവർ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. 33.5 വർഷം ഞാൻ പരിശീലിച്ചതും പ്രവർത്തിച്ചതും ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമകളാണ്. ആ പരിശീലനം എന്റെ രക്തത്തിൽ ലയിച്ചു ചേർന്നതാണ് എന്ന് ശ്രീലേഖ പറയുന്നു. ക്ഷണിക്കപ്പെടാതെ ഒരാളുടെ അടുത്തേക്ക് പോകരുത് എന്നതായിരുന്നു തനിക്ക് ലഭിച്ച അടിസ്ഥാന പാഠമെന്ന് അവർ ഓർമ്മിപ്പിച്ചു. VVIP പ്രോട്ടോകോളും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ അച്ചടക്കം ലംഘിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അവർ വാദിക്കുന്നു. പ്രധാനമന്ത്രിയെ പോലൊരു വ്യക്തിത്വത്തിന്റെ അരികിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ തനിക്ക് അനുവദിച്ച സ്ഥാനത്ത് ഉറച്ചു നിൽക്കുക എന്നതായിരുന്നു തന്റെ ചുമതല എന്നവർ കരുതി. അനാവശ്യമായി തിരക്ക് കൂട്ടുന്നതിനേക്കാൾ അന്തസ്സായി സ്വന്തം കസേരയിൽ ഇരിക്കുന്നതാണ് ശരിയെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു.